നമ്മളെ വീട്ടിൻ്റെ അടുത്തൊരു പാലമുണ്ട്, നൂൽപ്പാലം. അത് കാണാൻ പോയാലോ? അപ്പോൾ ഇതാണ്ട് നമ്മൾ റോഡ് വരുന്നത്. ഈ റോഡ് ഇപ്പോൾ റോഡ് പണി നടക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ വീതി കൂട്ടാൻ വേണ്ടിയിട്ടും റോഡ് പൊട്ടിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് റോഡ് ഇങ്ങനെ. അപ്പോൾ പെട്ടെന്ന് തന്നെ പണി നടക്കാൻ മതിയായിരിക്കും എന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് പോവാണ്. നമ്മളപ്പോൾ അവിടേക്ക് ഇങ്ങനെ നടന്നു പോവാണ്ട്, വണ്ടി എടുത്തില്ല. അപ്പോൾ നടന്നു പോകാനും സുഖം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളങ്ങനെ നടക്കുന്നത്. കുറച്ച് ദൂരം അങ്ങോട്ട് പോകാനുണ്ട്. നമ്മളിപ്പോൾ എവിടേക്കാണ് പോകുന്നറിയോ? ഒരു നല്ലൊരു നൂൽപ്പാലം കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. പാലക്കാട് നൂൽപ്പാലം. ഞാനൊക്കെ അവിടെ കളിച്ച് വളർന്ന സ്ഥലമാണ്. അപ്പോൾ നമുക്ക് അത് കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ എല്ലാവരും കൂടി ഇറങ്ങിയിരിക്കുന്നത്. ഇത് നമുക്കറിയുന്നൊരു വീടാണ്. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഉള്ളൊരു വീടാണ് കേട്ടോ. ഈ വേലി ശ്രദ്ധിച്ചോ? ഇത് ചെമ്പരത്തി വേലിയാണ്. ഇപ്പോൾ ഇങ്ങനത്തെ വേലിയൊക്കെ കാണുന്നത് കുറവായിരിക്കും, കാരണം എല്ലായിടത്തും മതിലായല്ലോ. അപ്പോൾ ഇപ്പോഴും നമ്മുടെ അവിടെ ഈ ചെമ്പരത്തി വേലിയൊക്കെ ഉണ്ട് കേട്ടോ. ചേച്ചി വന്നില്ല. ഇല്ല. പോയി വരട്ടോ. ഇതൊരു കുളമാണ് കേട്ടോ. ഇവിടെ ആരും കുളിക്കലില്ല, അലക്കൽ മാത്രമേ ഉള്ളൂ കേട്ടോ. ചായ കുടിച്ചിപ്പോ. അപ്പോൾ ഇത് ഒരുപാട് അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവരൊക്കെ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം വരികയല്ലോ. അപ്പോൾ അവർക്ക് വിശേഷം ചോദിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിത് ആ റോഡ് എത്തി ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതാ മോള് ഇങ്ങനെ ഓടിക്കളിക്കുന്നുണ്ട്. ഓട്ടം കാണുമ്പോൾ പേടിയാണ്, കാരണം വീണു പോവുക എന്നുള്ള പേടിയാണ് കേട്ടോ. ഇതാണ് നമ്മളുടെ മഹാമാരിയമ്മൻ ക്ഷേത്രം. നമ്മുടെ ഈ നാട്ടിലെ കിഴക്കത്തറയിലെ പ്രധാനപ്പെട്ട ഒരു അമ്പലമാണിത്. ഇവിടെയൊക്കെ നെൽപ്പാടാണ് കേട്ടുണ്ടാവും. അപ്പോൾ നെല്ലൊക്കെ കൊഴുത് പാടം ഉഴുതുമറിച്ചിട്ടിരിക്കുകയാണ്. ഇവിടെ ഫുള്ള് നെൽപ്പാടം ഉണ്ടാവില്ല. നല്ല രസമാണ്. ഈ പാലത്തിൻ്റെ നടുവിലൊരു അമ്പലം, അങ്ങനെയാണ് നമ്മളിവിടെ പറയാറ്. ഇതാണ് അമ്പലക്കുളം. ഇതൊരു അമ്പലമാണ്, ശ്രീ കുറുമ്പ ഭഗവതി. ഇവിടെ വിഷുവേലയാണ് കഴിക്കുക. വിഷുവിനാണ് ഇവിടെ ഉത്സവം ഉണ്ടാവുക. ഇതിവിടെയൊക്കെ നെൽപ്പാടം കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. ഇവിടെ വേലയുള്ള സമയത്ത്, കഴിഞ്ഞ മാസം വിഷുവിൻ്റെ സമയത്ത് ഇവിടെ നമ്മൾ നാടകം, അതുപോലെ തന്നെ ഗാനമേള ഈ പാടത്താണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടാവും. നല്ലൊരു വൈബുള്ള പ്ലേസാണ് ഇവിടെ. ചോറക്കണേ, സാമ്പാറക്കണേ. കാട്, വീട്, പാടം, ഇതാണ് നമ്മുടെ നൂൽപ്പാലം. എൻ്റെ സ്വന്തം നാട്. ഇതിവിടെ ഒരു കുളമുണ്ട്. അവിടെ കുട്ടികൾ നല്ല ആസ്വദിച്ച് കുളിക്കുകയാണ്.
ഇവിടെയൊക്കെ നെൽപ്പാടം ഉണ്ടാവുക. അപ്പം നെൽപ്പാടമുള്ള സമയത്താകുമ്പോൾ ഒന്നും കൂടി ഈ പാലം ഭയങ്കര അട്രാക്ഷനാണ്. ഈ പാലത്തിലൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. ആ സിനിമ ഇപ്പം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഒരു നൂൽപ്പാലം എന്നായിരുന്നു സിനിമേൻ്റെ പേര്. നമ്മുടെ സിനിമ നടൻ മാള അവസാനമായിട്ട് അഭിനയിച്ച സിനിമയാണ് ഒരു നൂൽപ്പാലം. അതുപോലെ തന്നെ മഴ പെയ്യുന്ന സമയത്ത് ഈ പാലത്തിൻ്റെ ഇവിടെ തന്നെ വെള്ളം നിറയും, ഈ രണ്ട് സൈഡും. ആ സമയത്ത് ഈ പാലത്തിൽ കൂടെ പോകാൻ ഭയങ്കര പേടിയായിരിക്കും, നമ്മൾ വീണ് പോകുമോ. കാരണം രണ്ട് സൈഡ് നെൽപ്പാടം കൂടി വരുമ്പോൾ അവിടുത്തെ കാറ്റും ആ വെള്ളവും കൂടി ആവുന്ന സമയത്ത് ആ പാലത്തിൽ കൂടെ പോകാൻ ഭയങ്കര പേടിയായിരിക്കും. പിന്നെ ഇവിടെ നിന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് അവിടുത്തെ അമ്പലം കാണാം കേട്ടോ. ഇതവിടെ ഒരു വീടുണ്ട്, അതുപോലെ തന്നെ അവിടെ ഒരു അമ്പലമുണ്ട്. ആ അമ്പലത്തിൽ പാട്ട് ഇവിടെ കേൾക്കാം. 6 മണിയായി കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ മാരിയമ്മ ക്ഷേത്രത്തെ പാട്ടും നമുക്കിവിടെ കേൾക്കാൻ കഴിയും കേട്ടോ. ഇത് ഏത് നാടാണ്? നിനക്ക് ഇഷ്ടായോ അവിടെ? എത്ര ഇഷ്ടായി? ഒരുപാട് ഇഷ്ടായോ? കുറച്ച് മക്കളെ വീട്ടിൽ പറയാതെ അവിടെ കുളിക്കാൻ വേണ്ടി വന്നതാ. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് കുറച്ച് ഉണങ്ങിയിട്ട് വീട്ടിലേക്ക് ചെല്ലാന്ന് വേണ്ടി ഇവിടെ കാട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവരോട് ഞങ്ങളിങ്ങനെ സംസാരിക്കുക. അപ്പോൾ ഓരിങ്ങനെ ഞങ്ങളിങ്ങനെ കളിയാക്കിയിട്ട് സംസാരിക്കുന്നുണ്ട്. എടാ വീണ് പോലെടാ. കുളം ആഴുണ്ടോ? എടാ നല്ല കുളമായിരുന്നില്ല, നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നില്ല അവിടെ. നമുക്ക് ചാടി പിടിച്ചാലോ? കുളത്തില് കുളിക്കണത്, കുളത്തില് കുളിക്കണ കുട്ടികളെ പിടിക്കാൻ വന്നതാണ് ഞാൻ. കടിക്കും, കടിക്കും കടിക്കും. ഭൂതത്തിന് പിടിച്ചു കൊടുക്കും. എന്നെ പിടിച്ചു കൊടുക്കും. എന്താ നമ്മളെ തീയിടുന്നത്? കാണാം, ഇനി എപ്പോഴും കാണാട്ടോ. നടന്നു വന്നാണ്. വീട്ടിൽ പോടാ, മതി. അങ്ങനെ ഞങ്ങളിതാ മക്കളോട് യാത്രയൊക്കെ പറഞ്ഞതാ പിന്നെയും നടക്കുകയാണ്. ഞങ്ങൾ റോഡ് വഴി വീട്ടിലേക്ക് ചെല്ലാന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഇതാ ഇതെന്താ പഴം എന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? ഇത് ഞങ്ങളുടെ നാട്ടിൽ തിന്നുട്ടോ. അതിൻ്റെ ഉള്ളിലിതാ ഇങ്ങനെ ഉണ്ടാവുക, ഫ്രാഷൻ ഫ്രൂട്ട് പോലെ, നല്ല മധുരമാണ്. ഇതെന്താടി? ഞാവൽപ്പഴം.
ഞാവൽപ്പഴം. ഇവിടെയാണ് ഞങ്ങൾ ചെറുപ്പത്ത് കുളിക്കാൻ വേണ്ടി വരിക. ഞാൻ അവസാനമായിട്ട് കുളിച്ചത് 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അതോടുകൂടി ഇവിടുത്തെ കുളി നിർത്തി. പക്ഷേ എപ്പോഴും അലക്കാനൊക്കെ വരും. ഇതാണ്ടാ ചേച്ചി അലക്കാൻ വരുന്നത്. അതുപോലെ ഞങ്ങളിവിടെ അലക്കാൻ വരാറുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ റോഡ് എത്തിയിട്ടോ. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണ് ശിവക്ഷേത്രം വരുന്നത്. അവിടെ പ്രതിഷ്ഠാദിനം കഴിഞ്ഞിട്ടില്ല. അമ്പലം ഇങ്ങനെയായിരുന്നില്ല. അപ്പോൾ പുതിയ അമ്പലം നിർമ്മിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പോണ വഴിക്കാണ്ട് നമ്മൾ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു തൊടിയുണ്ട്. അവിടെ റംബുട്ടാൻ കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുത്താണ്. അത് കണ്ടപ്പോൾ നല്ല രസമുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ എടുത്തിട്ട് ആദ്യമായിട്ട് അങ്ങനെ അടുത്ത് കണ്ട് റംബുട്ടാൻ ചെടി ഇങ്ങനെ കാണുന്നത്. അങ്ങനെ പേടി ഇരുത്തിയല്ലേ പിന്നെ നമ്മളായ സ്റ്റാർ. അങ്ങനെ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ, ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീടെത്തിയപ്പോൾ വീട്ടിൻ്റെ ബാക്കിൽ മയിലിനെ കണ്ടപ്പോൾ ഉണ്ണിക്കുട്ടൻ വീഡിയോ എടുത്താണ്. നല്ല മഴക്കാറൊക്കെ വരുന്ന സമയത്ത് മയിൽ പീലി നിവർത്തി ആടും, ഡാൻസ് കളിക്കും. അത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അതെനിക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനി ഞാൻ വീഡിയോ എടുത്തിട്ട് യൂട്യൂബിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരുന്നതായിരിക്കും. എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പാലക്കാട്ടിലെ വിശേഷങ്ങൾ ഇനിയും തീർന്നിട്ടില്ല. അപ്പോൾ പാലക്കാട്ടിലെ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് വരുന്നതായിരിക്കും കേട്ടോ.